നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ്. ലാജോ ജോസിൻ്റെ കോഫി ഹൗസ് എന്നൊരു പുസ്തകം. ഇതൊരു കുറ്റാന്വേഷണ നോവലാണ്. ലാജോ ജോസിൻ്റെ പുസ്തകങ്ങളുടെ എല്ലാം പ്രത്യേകത നമ്മളെ അത് ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുത്തി വായിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പുസ്തകവും. ഇത് തുടങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് തീർക്കാതെ മാറ്റിവെക്കാൻ പറ്റുകയില്ല. കോഫി ഹൗസ് എന്നുള്ളത് ഒരു മർഡർ കേസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അത് ഒരു ടിപ്പിക്കൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനൊന്നുമല്ല. ഒരു പത്രക്കാരിയുടെ അന്വേഷണം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അത് പോകുന്നത് നമ്മൾ കണ്ടു പരിചയിച്ച വഴിയിലൂടെയല്ല. ഇത് എസ്തർ ഇമ്മാനുവൽ എന്നൊരു പെൺകുട്ടി ബെഞ്ചമിൻ എന്ന ഒരു കുറ്റവാളിയുടെ കഥ അന്വേഷിച്ച് പോകുന്നതാണ്. ഒരു മർഡർ കേസ് അന്വേഷിച്ച് പോകുന്നതാണ്. ഒരു കോഫി ഹൗസിലുണ്ടായ ഒരു ക്രൂരമായ 5 പേരുടെ ഒരു മർഡർ, അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ, അതിൻ്റെ സത്യാവസ്ഥ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എസ്തർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കോട്ടയത്തിൻ്റെയും അതുപോലെ ഏറ്റുമാനൂരും ആ ഒരു പരിസരങ്ങളിലുള്ള കോഫി ഷോപ്പുകളിലും അവിടുത്തെ ഹോട്ടലുകളിലും ഒക്കെ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടി. ജീവിതം തൻ്റെ സുഹൃത്തിനൊപ്പം ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മനസ്സിലോട്ട് ഒരു ബെഞ്ചമിൻ എന്നൊരു കുറ്റവാളിയെക്കുറിച്ച് ഒരു സംശയം രൂപപ്പെടുകയാണ്. പിന്നീട് ആ ഒരു സംശയത്തിൻ്റെ പുറകെ അന്വേഷിച്ച് പോകുന്നതാണ് ഈ പുസ്തകത്തിലെ കഥ. തെളിവും സാഹചര്യങ്ങളും എല്ലാം ബെഞ്ചമിനെതിരാണെങ്കിലും അയാളിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് എസ്തർ ഈ ഒരു കേസ് അന്വേഷിച്ച് പോകുന്നത്. ഇത് മർഡറെല്ലാം കഴിഞ്ഞിട്ട് 6 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു അന്വേഷണമാണ്. പിന്നെ കഥയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു പുസ്തകമാണ്. അത് നിങ്ങൾ വായിച്ച് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ കഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ആസ്വദിച്ച് വായിക്കാൻ കഴിയില്ല. ഈ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ലാജോ ജോസ് ഇത് നറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുറ്റാന്വേഷണ നോവലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരനൊപ്പം തന്നെ വായനക്കാരും ഇതിൻ്റെ അകത്തുള്ള കുറ്റവാളികളെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ എന്തായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് എഴുത്തുകാരൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സസ്പെൻസ്, അത് നമുക്ക് മുമ്പേ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തോടു കൂടി തന്നെയാണ് ഞാനും ഈ പുസ്തകം വായിച്ചത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ അതിനെ നോക്കി കണ്ടപ്പോൾ കഥ പകുതിയോടൊക്കെ എത്തിയപ്പോൾ ഇന്നതായിരിക്കും അവിടെ സംഭവിച്ചത്, ഇന്നതൊക്കെ ആയിരിക്കും ഇതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അത്ര സൂക്ഷ്മതയോടെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിലെ വായനക്കാരൻ കുറച്ചുകൂടി ആകാംക്ഷയുള്ളൊരു വായനക്കാരനായതുകൊണ്ട് എഴുത്തുകാരന് മുമ്പ് തന്നെ കുറ്റവാളികളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ പുസ്തകം വായിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഊഹിച്ചെടുക്കാൻ പറ്റിയായിരുന്നു. എനിക്കത് ഫുള്ളി ഒരു സർപ്രൈസായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും അവിടെ കുറേ എലമെൻറ്റ്സ്, അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ലാജോ ജോസ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകം ഒട്ടും മടുപ്പുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ വിജയമായി ഞാൻ കരുതുന്നത്. നമുക്ക് എസ്തറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ബെഞ്ചമിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ ഇവരുടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ജീവിതങ്ങളെയും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് മനുഷ്യരെ നമുക്ക് അടുത്ത് പരിചയപ്പെടാനൊക്കെ കഴിയുന്നുണ്ട്. വളരെ ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകമാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴുള്ള ട്വിസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിലോട്ടൊന്നും എത്തുന്നില്ല എന്നൊരു നിരാശ എനിക്കുണ്ട്. അതൊരു ചെറിയ നിരാശയാണ്, വലിയ കാര്യമില്ല. കാരണം അതുവരെ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി തന്നെയാണ് എഴുത്തുകാരൻ കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരു മികച്ച വായനാനുഭവം നമുക്കെല്ലാവർക്കും തരുന്നൊരു പുസ്തകമാണ് കോഫി ഹൗസ്. വായിക്കാത്തവരെല്ലാവരും വായിച്ചു നോക്കുക. അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.